ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യയിലൊക്കെ കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഓലൻ. ഓലൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഓലൻ തന്നെയാന്ന് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത്. അതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ കറി ഒരുപാട് ഇഷ്ടമാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടി പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തിന്നായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 പയർ കൂടി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് കൂടി കീറിയിടുന്നുണ്ട്. ഈ കറിയിൽ എന്ന് വെച്ചാൽ നമ്മൾ വേറെ എരിവിന് വേണ്ടി വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളകിടാം. ഞാനിപ്പം എരിവ് കുറവായി ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 പച്ചമുളക് ഉപയോഗിച്ചത്. വട്ടത്തിലല്ല, നീളത്തിൽ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കീറിയിടുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതിന് വേറെ ഒരു മസാലപ്പൊടികളോ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി മുങ്ങാനുള്ള വെള്ളം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എത്ര സമയം വേവിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പച്ചക്കറി നന്നായിട്ട് വേവുന്നത് വരെ ഇത് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമുക്കിത് കാണാം, ആ പച്ച കളറൊന്ന് മാറി കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ല. ഇത് നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടില്ല. വെന്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടച്ചു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പറ്റൊന്ന് വെള്ളത്തിൽ കിട്ടുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ തേങ്ങ പാലല്ല എടുക്കുന്നത്, തേങ്ങാപ്പാൽ പൊടിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ നല്ല ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ പൊടി ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കട്ട ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മൾ കറി അത്ര കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒരു കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം എന്നുള്ളൊരു പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ഈ കറിയിലേക്ക്, വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം സ്റ്റൗവിൽ വെക്കരുത്, തീയിൽ വെക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാൻ പറ്റും. തേങ്ങാപ്പാലിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ആ കറിയിൽ, പച്ചക്കറിയിലും ഒക്കെ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഇറക്കി വെക്കുന്നതിന് മുന്നേ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കോക്കനട്ട് ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് ഇറക്കി വെക്കാം. ഇതിന് ചൂട് തണിയുന്നതിനനുസരിച്ച് കറി കുറച്ച് തിക്കായി വരും. അപ്പം വെള്ളം നന്നായിട്ട് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്.
ചൂട് തണിയുമ്പോൾ ഇത് കറി കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇത് നമ്മൾ സാധാരണ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ടാണ് കൂട്ടുക. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള കറി തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.